2018 മധ്യത്തിൽ ആകാശത്തിന്റെ കണ്ണീരത്രയും ഒരുമിച്ച് താഴേക്ക് പതിച്ചപ്പോൾ മലയാളി കരുതിയത് അത് നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദുരന്തമാണ് എന്നാണ്. നഷ്ടപ്പെട്ടവയെല്ലാം ഒന്നിച്ചു നിന്ന് തിരികെ പിടിച്ചുകൊണ്ട് നാം അതിജീവനത്തിന്റെ പുതിയ മാതൃകകൾ തീർത്തു. എന്നാൽ പിന്നീട് കണ്ട കാഴ്ചകൾ ആ പ്രതീക്ഷകളെയും ആശ്വാസവാക്കുകളെയും ഒക്കെ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നവയായിരുന്നു. വർഷാവർഷങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന പ്രളയങ്ങൾ, കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒടുവിൽ വയനാട്ടിലും നമ്മെ നടുക്കിയ മഹാദുരന്തങ്ങൾ. ഇന്ന് ഓരോ മൺസൂണും നമുക്ക് ആഹ്ലാദമല്ല, മറിച്ച് ഭയമാണ്. 2 ദിവസം തുടർച്ചയായി തോരാതെ മഴ പെയ്താൽ പാതിരാത്രിയിൽ തലച്ചോറിലേക്ക് ഇരച്ചു കയറുന്ന പേടിയോടെ ഉറക്കമൊഴിക്കേണ്ടി വരുന്ന ഒരു ജനതയായി മലയാളി മാറിപ്പോയിരിക്കുന്നു. 100 കണക്കിന് മനുഷ്യജീവനുകളും അവരുടെ സ്വപ്നങ്ങളുമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ മണ്ണടിഞ്ഞു പോകുന്നത്. സുരക്ഷിതമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്നും നാം അഭിമാനത്തോടെ വിളിച്ചിരുന്ന നമ്മുടെ ജന്മനാട് പതുക്കെ പതുക്കെ വാസയോഗ്യമല്ലാതായി മാറുകയാണോ എന്ന പ്രസക്തമായ ചോദ്യം ഇന്ന് ഓരോ മലയാളിയുടെയും ഉള്ളിൽ വലിയൊരു വിങ്ങലായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് പ്രകൃതി നമുക്ക് മേൽ ഇങ്ങനെ വീണ്ടും വീണ്ടും കലി തുള്ളുന്നത്? സത്യത്തിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? ഈ കാണുന്ന മാറ്റങ്ങൾക്കൊന്നും ഒറ്റ ഉത്തരങ്ങളില്ല എങ്കിലും പ്രധാനമായും ഇതിന്റെ ഉത്തരം കിടക്കുന്നത് നാം അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ തന്നെയാണ്. മുൻകാലങ്ങളിൽ ജൂൺ മുതൽ ആരംഭിക്കുന്ന മൺസൂൺ കാലത്ത് മാസങ്ങളോളം തിരിമുറിയാതെ ഒരേ താളത്തിൽ പെയ്തിരുന്ന മഴയെക്കുറിച്ച് നമ്മുടെ പഴമക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ മഴയുടെ സ്വഭാവം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ആഗോളതാപനത്തിന്റെ ഫലമായി നമ്മുടെ തൊട്ടടുത്തുള്ള അറബിക്കടൽ മുൻപെങ്ങുമില്ലാത്ത വിധം ചൂട് പിടിക്കുകയാണ്. കടൽ ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ നീരാവി ശേഖരിക്കപ്പെടുന്നു. ഇത് പെട്ടെന്ന് സങ്കോചിച്ച് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഒരു നിർദ്ദിഷ്ട പ്രദേശത്ത് മാത്രം അതിതീവ്ര മഴയായിട്ട് പെയ്തിറങ്ങുന്നു. സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെയും ശാസ്ത്രജ്ഞർ വർഷങ്ങളായി നടത്തുന്ന പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാറുന്ന മഴ പാറ്റേൺ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്ന സത്യമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കൂടി ഇതിനോടൊപ്പം ചേർന്ന് വായിക്കുമ്പോഴാണ് ചിത്രത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുക. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് കുത്തനെ ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ് നമ്മുടെ നാടിന്റെ നിൽപ്പ്. ഈ കുന്നിൻ ചെരുവുകളിൽ അധികവും കാണപ്പെടുന്നത് കളിമണ്ണിന്റെ അംശം കൂടുതലുള്ള വിടവുകളുള്ള ലാറ്ററൈറ്റ് എന്ന മണ്ണാണ്. തുടർച്ചയായി അതിതീവ്ര മഴ പെയ്യുമ്പോൾ ജലം വളരെ വേഗത്തിൽ ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും മണ്ണിനടിയിലെ ജലസമ്മർദ്ദം ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്നു. ഇത് മണ്ണിന്റെ അടിത്തറയിലെ സ്വാഭാവികമായ ഘർഷണം ഇല്ലാതാക്കുന്നു. ഫലമോ ഒട്ടാകെ അയഞ്ഞു പോകുന്ന മണ്ണും അതിനു മുകളിലെ കൂറ്റൻ പാറക്കെട്ടുകളും ടൺ കണക്കിന് വെള്ളത്തോടൊപ്പം വേഗത്തിൽ താഴേക്ക് കുതിച്ചെത്തുന്നു. ഇതാണ് നാം കാണുന്ന ഉരുൾപൊട്ടലുകൾ അഥവാ ഡെബ്രി ഫ്ലോ. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങൾക്കും പ്രകൃതിയുടെ മാറിയ സ്വഭാവത്തെ മാത്രം കുറ്റം പറഞ്ഞ് നമുക്ക് കൈ കഴുകാൻ കഴിയില്ല. പ്രകൃതിദത്തമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ മനുഷ്യരക്തം കുടിപ്പിക്കുന്ന മഹാദുരന്തങ്ങളാക്കി മാറ്റിയതിൽ നമ്മുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാനും കഴിയില്ല. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ, ഡോക്ടർ കസ്തൂരംഗൻ തുടങ്ങിയ പ്രമുഖ പരിസ്ഥിതി വിദഗ്ധർ വർഷങ്ങൾക്ക് മുൻപേ നൽകിയ മുന്നറിയിപ്പുകളെയും റിപ്പോർട്ടുകളെയും നമ്മൾ ലളിതമായി അവഗണിച്ചു. പരിസ്ഥിതി ലോല മേഖലകളിൽ ഒരു മാനദണ്ഡവുമില്ലാതെ തുടർന്നു വരുന്ന പാറമടകളും കോറി പ്രവർത്തനങ്ങളും മലനിരകളുടെ സ്വാഭാവിക ബലത്തെയാണ് തകർത്ത് കളഞ്ഞത്. അവിടങ്ങളിലെ സ്വാഭാവികമായ കാടുകൾ വെട്ടിമാറ്റി ആഴത്തിൽ വേരോട്ടമില്ലാത്ത ഏകവിള കൃഷികൾ വ്യാപിപ്പിച്ചപ്പോൾ മണ്ണിന് ജലത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷി പൂർണ്ണമായും നഷ്ടമായി. അതിനോടൊപ്പം പുഴകളുടെയും കൈവഴികളിലൂടെയും തീരങ്ങൾ കയ്യേറി നിർമ്മാണങ്ങൾ നടത്തുകയും നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ മഴവെള്ളത്തിന് സ്വതന്ത്രമായി ഒഴുകിപ്പോകാൻ വഴിയില്ലാത്ത അവസ്ഥയും വന്നു. ഇത് താഴ്വരകളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനും വഴിയൊരുക്കി. സാമൂഹികമായും സാമ്പത്തികമായും ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാടിനുണ്ടാക്കുന്ന ആഘാതം വാക്കുകൾക്കപ്പുറം തന്നെയാണ്. തലമുറകളായി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീടും സമ്പാദ്യവും മണ്ണെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ന് കേരളത്തിന്റെ സങ്കട കാഴ്ച തന്നെയാണ്. പലരുടെയും വീട്ടിൽ വെള്ളമാണിപ്പോഴും. മഴക്കാറ് കാണുമ്പോൾ പോലും നെഞ്ചുപിടയ്ക്കുന്ന, ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ന് മലയോര മേഖലയിലുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് ശാസ്ത്രം വിളിക്കുന്ന ഈ മാനസികാവസ്ഥ ഒരു സമൂഹത്തെ ആകെ രോഗാതുരമാക്കുന്നു. വൻതോതിൽ കൃഷിഭൂമികളും റോഡുകളും പാലങ്ങളും തകരുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെയാണ് ഓരോ വർഷവും തകർത്തെറിയുന്നത്. പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി കോടിക്കണക്കിന് രൂപ വീണ്ടും വീണ്ടും മാറ്റിവെക്കേണ്ടി വരുമ്പോൾ മറ്റു വികസന പദ്ധതികൾ നിലച്ചു പോവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ വരാം. കേരളം ഇനി വാസയോഗ്യമല്ലാതായി മാറുമോ?
ഈ ആശങ്ക നിറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രകൃതി കാണിച്ചു തരുന്ന ഈ ചുവപ്പ് കാടുകൾ ഇനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ വരും നാളുകളിൽ കൂടുതൽ ഭയാനകമാകും അവസ്ഥകൾ. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശാസ്ത്രീയമായ ചില നിർണായക ചുവടുവെപ്പുകൾ അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. അപകട സാധ്യത കൂടുതലുള്ള ഭൂപ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്വാറികളും പൂർണ്ണമായും നിരോധിക്കുന്ന സോണിംഗ് രീതി നടപ്പിലാക്കണം. അതിതീവ്ര മഴയെ പ്രാദേശിക തലത്തിൽ തന്നെ കൃത്യമായി മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന ആധുനിക മഴ മാപിനികളും ഡോപ്ലർ റഡാറുകളും കൂടുതൽ സ്ഥാപിക്കണം. പുഴകളുടെ സ്വാഭാവിക ഒഴുക്ക് തിരികെ നൽകാനും പശ്ചിമഘട്ടത്തിലെ കാടുകൾ സംരക്ഷിക്കാനും മുൻഗണന നൽകണം. അതിനുമപ്പുറം അപായ മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരെ സുരക്ഷിതമായ മറ്റ് ഇടങ്ങളിലേക്ക് അന്തസ്സോടെ പുനരധിവസിപ്പിക്കാൻ കൃത്യമായ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടായിരിക്കണം. പ്രകൃതി തരുന്ന മുന്നറിയിപ്പുകളെ വസ്തുനിഷ്ഠമായും ശാസ്ത്രീയമായും ഉൾക്കൊണ്ട് വികസന സങ്കല്പങ്ങളെ പരിസ്ഥിതിയോട് ഇണങ്ങുന്ന രീതിയിൽ പുനഃക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്കായി ഈ പച്ചപ്പും സുന്ദരവുമായ നാടിനെ സുരക്ഷിതമായി കൈമാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.